നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ഓണം ബമ്പർ 25 കോടി അടിച്ച സതീഷിന്റെ വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് പേരാണ് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷേ നാട്ടുകാർ പറയുന്നത് അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്ത് ടൂർ പോയിരിക്കുകയാണ് എന്നാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹം വരുന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ക്യാമറാമാൻ രഘുവിനോടൊപ്പം റിപ്പോർട്ടർ മനോജ് കുമാർ. അവിടെ പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞാൻ തരാൻ പോയി. ഞങ്ങൾ ഇവിടെ ലൈവ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണം ബമ്പർ അടിച്ച സതീഷിന്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ ആ പൈസ അടിച്ചു മാറ്റാനാണ് തോന്നുന്നു വരുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ലൈവിൽ ആ കള്ളനെ പിടിക്കാൻ പോകണം. പിടിച്ചോ ഓടല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ ആ കള്ളനെ പിടിച്ചിരിക്കുകയാണ്. ആ കള്ളനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്ന് കാണിക്കുകയാണ്. കണ്ടോളൂ. അയ്യോ ചേട്ടനല്ലേ ഓണം ബമ്പർ 25 കോടി അടിച്ച സതീഷ്? സതീഷ് ഞാൻ തന്നെയാണ്. ആണല്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, സതീഷ് ചേട്ടൻ നമ്മളിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പൊക്കോ. ഒരു കാര്യമില്ല. കണ്ടില്ലേ പുള്ളി ഒളിച്ച പാത്തൊക്കെ വരുന്നത്. എന്ത് പറ്റി ചേട്ടാ, ഇതെന്താ ഇങ്ങനെ? എന്റെ പൊന്നു സുഹൃത്തെ, ഇതാണ് എന്റെ അവസ്ഥ. അയ്യോ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കണ്ടില്ലേ, എനിക്കൊരു കുടുംബത്തിൽ കയറാൻ പറ്റണില്ല. ചേട്ടനല്ലേ ഓണം ബമ്പർ 25 കോടി അടിച്ചത്? അതെ. ചേട്ടൻ ഇനി മനസമാധാനമായിട്ട് ജീവിക്കത്തില്ലേ? എന്റെ സമാധാനം പോയില്ലേ? എങ്ങനെ? ഇതിനു മുമ്പ് എന്തൊരു സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരുന്ന വെച്ച ഞാൻ. ഇപ്പൊ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം എനിക്ക് കിടക്കാൻ പറ്റണില്ല. ആൾക്കാരെ കൊണ്ട് മേടാണെന്ന് രാവിലെ മുതൽ വന്നത് ഇങ്ങനെ കഥയിൽ മുട്ടു തുടങ്ങും. കാശുതാ എന്ന് പറഞ്ഞു. ഞാനിത് എവിടെ തൊട്ട് കൊടുക്കാൻ ബാങ്കിൽ കൊടുത്തിട്ട് കാശ് കിട്ടണ്ടേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ചേട്ടൻ എന്താണ് ഇനിയിപ്പോ ചെയ്യാനുള്ള പ്ലാൻ? ഒന്ന് വന്ന സുഹൃത്തെ, എന്താ പറഞ്ഞു? എനിക്ക് ഇത് ഓണാണ്. ഞാനൊരു ഹതഭാഗ്യനായ ഭാഗ്യവാനാണ്. സത്യം പറഞ്ഞ 25 കോടി കിട്ടിയെന്നെങ്കിൽ തരും എനിക്ക് പൈസ കൈ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കണം, എനിക്ക് കുട്ടികളുടെ പഠിപ്പിക്കണം, എനിക്ക് വീട് വെക്കണം, പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം, ഇതിനെല്ലാം കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ ശല്യപ്പെടുത്തി? ഞാൻ മൂത്രം ഒഴിച്ചിട്ട് എത്ര ദിവസമായി അറിയാമോ? ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി അറിയാമോ? നിങ്ങളെങ്കിലും മനസ്സിലാക്കുക എന്റെ ഈ അവസ്ഥ. എന്തായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ചേട്ടാ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. കാരണം 25 കോടി ഓണം ബമ്പറാണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത്. അവിടെയാണ് സഹോദര നിങ്ങൾക്ക് തെറ്റിപ്പോയത്. ശരിക്ക് ഈ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത് എനിക്കല്ല, പിന്നെ സർക്കാരിനാണ് അടിച്ചിരിക്കുന്നത്. അതെങ്ങനെ? 624 കോടി രൂപയല്ല അടിച്ചത് സർക്കാരിന്. എന്റെ ചേട്ടാ അതെങ്ങനെയെന്ന് പറയൂ. ബീവറേജ് വഴി. ഓ അങ്ങനെ. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടനെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.